ഹോമബലികളിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കരയേറും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ കരുണയുള്ള ദൈവമേ, നിന്റെ കരുണയാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്റെ ദൈവമാകുന്നു. ഞാൻ നിനക്കായി കാത്തിരിക്കും. പാർക്കുമോർ ദാഹിച്ചും വരണ്ടും വെള്ളത്തിനായി ആഗ്രഹിച്ചിരിക്കുന്ന ഭൂമിയെ പോലെ എന്റെ ആത്മാവ് നിന്നെ കുറിച്ച് ദാഹിച്ചിരിക്കുന്നു. എന്റെ ജഡവും നിനക്കായി കാത്തിരിക്കുന്നു. നിന്റെ ബലവും നിന്റെ ബഹുമാനവും കാണാൻ ഇപ്രകാരം സത്യമായിട്ട് ഞാൻ നിന്നെ നോക്കി. എന്തെന്നാൽ നിന്റെ കരുണ ജീവനേക്കാൾ നല്ലതാകുന്നു. എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. ഞാൻ ജീവനോടിരിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തുകയും നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും. എന്റെ ആത്മാവ് കൊഴുപ്പും മേധസ്സും കൊണ്ടെന്ന പോലെ പുഷ്ടിയാകും. എന്റെ വായ് സ്തുതിയുള്ള അധരങ്ങൾ കൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്റെ കിടക്കയിന്മേൽ ഞാൻ നിന്നെ ഓർത്തു. രാത്രികാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. എന്തെന്നാൽ നീ എനിക്ക് സഹായകനായി തീർന്നു. നിന്റെ ചെറുകളുടെ നിഴലിൽ ഞാൻ മറയ്ക്കപ്പെടും. എന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു. നിന്റെ വലതുകൈ എന്നെ താങ്ങുകയും ചെയ്തു. അവർ എന്റെ ആത്മാവിനെ നശിപ്പിക്കാൻ അന്വേഷിച്ചു. അവർ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കും. അവർ വാളിന് ഏൽപ്പിക്കപ്പെടുകയും കുറുനരികൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും. രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവനെ കൊണ്ട് ആണയിടുന്നവനും പുകഴ്ചയുണ്ടാകും. എന്തെന്നാൽ അസത്യം പറയുന്നവരുടെ വായടയ്ക്കപ്പെടും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ സ്വർഗസ്ഥനായ രാജാവേ, ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ വന്ദിച്ചു. നിനക്ക് വിരോധമായി ഞാൻ ചെയ്ത സകല പാപങ്ങളും എന്നോട് അവിടുന്ന് ക്ഷമിക്കണമേ. ഉത്തമനും ദയാലുവുമായുള്ളവനെ, ഞാൻ നിന്നോട് അപേക്ഷിക്കുകയും നിന്റെ കരുണയ്ക്കായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിനക്ക് വിരോധമായി ഞാൻ ചെയ്ത സകല പാവങ്ങളും എന്നോട് ക്ഷമിക്കണമേ. പ്രകാശവും പ്രകാശപുത്രനും പ്രകാശത്തിൽ വസിച്ചുകൊണ്ടിരിക്കുന്നവരുമായുള്ളവേ, അന്ധകാരത്താൽ ആക്രമിക്കപ്പെടാത്ത പ്രകാശത്തിന് എന്നെ നീ യോഗ്യനാക്കണമേ. ബാറക്മോ സ്വർഗത്തിലും ഭൂമിയിലും മഹത്വമുള്ളവനും സ്വർഗീയരും ഭൗമികരും തന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവനുമായ കർത്താവേ, നിനക്ക് സ്തുതി. ആമേൻ. പ്രകാശത്തിന്റെ സൃഷ്ടാവിന്റെ സ്തുതി. കർത്താവിന്റെ ഭൃത്യന്മാരെ സ്തുതി പാടുവീ. നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പീ. കർത്താവിന്റെ നാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സൂര്യന്റെ ഉദയം മുതൽ അതിന്റെ അസ്തമനം വരെയും കർത്താവിന്റെ നാമം വലിയതാകുന്നു. കർത്താവ് സകല ജാതികൾക്കും മേലായി ഉന്നതനും അവന്റെ മഹത്വം ആകാശത്തിനു മീതെയുമാകുന്നു. ഉയരത്തിൽ വസിക്കുകയും ആഴത്തെ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് തുല്യനായി ആകാശത്തിലും ഭൂമിയിലും ആരുള്ളൂ? അവൻ എളിയവനെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തേണ്ടതിന് കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. അവൻ മച്ചിയായുള്ള മക്കളുടെ സന്തോഷമുള്ള മാതാവായി ഭവനത്തിൽ വസിക്കുമാറാക്കുകയും ചെയ്യുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ചെയ്ത പാപങ്ങളുടെ തിരമാലകളും ചുഴലികളും ഞങ്ങളെ ചുറ്റിയിരിക്കുന്നു. ഞങ്ങൾ പാപസമുദ്രത്തിൽ മുങ്ങിപ്പോകാതിരിക്കാനായിട്ട് നീ ഞങ്ങൾക്ക് സമാധാനത്തിന്റെ തുറമുഖമായിരിക്കണമേ. ഞങ്ങൾ അനുതാപത്തിനായിട്ട് കാത്തിരിക്കുന്നു. പത്രോസിനെന്ന പോലെ ഞങ്ങൾക്ക് നിന്റെ കൈ നീട്ടി തന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സുഗന്ധവാസനയായിട്ട് പിതാവായ ദൈവത്തിന് തന്നെ തന്നെ കാഴ്ചയണച്ചവനായ മിശിഹാ തമ്പുരാനെ, നീ മൂലം ഞങ്ങൾക്ക് ദൈവത്തിങ്കൽ സുഗന്ധവാസനയായി തീരുമാറാകണമേ. ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും നീ നിരസിക്കരുതേ.
അവ നിനക്ക് സുഗന്ധവാസന വീശുന്ന സുഗന്ധവർഗങ്ങളായി തീരണമേ. പാർക്കുമോ. അത്യുന്നതന്റെ ശക്തി ആവസിക്കുകയും ലോകത്തിന്റെ രക്ഷകനെ പ്രസവിക്കുകയും ചെയ്ത ശുദ്ധിമതിയായ കന്യകയെ, ലോകത്തോട് കരുണ ചെയ്യുവാൻ നിന്റെ ഏകജാതനോട് നീ അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. നിന്റെ പ്രാർത്ഥനയാലും അപേക്ഷയാലും അവൻ ലോകത്തോട് കരുണ ചെയ്യുമാറാകട്ടെ. സഹദേന്മാരെ, ദൈവം തന്റെ കരുണയാൽ ഞങ്ങളെല്ലാവരോടും കൃപ ചെയ്യുവാനും അവസാന നാളിലെ ശിക്ഷാവിധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിപ്പാനും ജയത്തിന്റെ കിരീടങ്ങൾ നിങ്ങൾ പ്രാപിക്കുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങളെ കാണുവാൻ ഇടവരുവാനുമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞെരുക്കത്തിലിരിക്കുന്ന എല്ലാവരും നിന്റെ സഹായത്തെ അന്വേഷിക്കുന്നു. നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയും അഭയസ്ഥാനവുമായിരിക്കണമേ. നിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ യാചനകൾ നൽകപ്പെടുകയും ഞങ്ങളുടെ രോഗികൾ സുഖപ്പെടുകയും പിശാചുകളാൽ പരീക്ഷിക്കപ്പെടുന്നവർ സ്വാതന്ത്ര്യപ്പെടുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, നിന്റെ ന്യായവിധി ഉഗ്രവും ഞങ്ങളുടെ കടങ്ങൾ ധാരാളവുമാകുന്നു. നീതി കോപിച്ചിരിക്കുന്നു, ഓടി ഒളിപ്പാൻ ഞങ്ങൾക്ക് കഴിവില്ല. ഞങ്ങൾക്ക് വേണ്ടി ന്യായസ്ഥലത്തേക്ക് നിന്നെ അയച്ചതായ ആ സ്നേഹത്താൽ ഞങ്ങളെ ന്യായവിധിയിലേക്ക് പ്രവേശിപ്പിക്കാതെയും ഞങ്ങളുടെ കടങ്ങൾ ഓർക്കാതെയും ഇരിക്കണമേ. നീതി നിറഞ്ഞ ന്യായാധിപനായുള്ളവേ, ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിദ്ര പ്രാപിച്ചവരായ ഞങ്ങളുടെ പിതാക്കന്മാർക്കും സഹോദരന്മാർക്കും ആശ്വാസവും നല്ല ഓർമ്മയും നീ നൽകണമേ. കർത്താവേ, നിന്റെ ആരാധകരെ വിശുദ്ധന്മാരുടെ സംഘങ്ങളിലും നിരകളിലും ചേർക്കണമേ. നീ നിന്റെ സിംഹാസനത്തിന്മേലിരിക്കുകയും നല്ലവരെ ദുഷ്ടന്മാരിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ന്യായാസനത്തിങ്കൽ അവർക്ക് നിന്റെ കരുണ ലഭിക്കുമാറാകണമേ. നിന്റെ മഹത്വം വെളിപ്പെടുന്ന നാളിൽ അവർ നിന്റെ വലതുഭാഗത്ത് നിൽക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, കരുണ നിറഞ്ഞിരിക്കുന്ന നിന്റെ വലിയ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളുടെ ആത്മാക്കളോട് കരുണ ചെയ്യണമേ. പ്രഭാത സമയത്ത് സകല സൃഷ്ടികളെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശമായ കർത്താവേ, നിന്റെ കൃപയെ കുറിച്ച് സ്തോത്രം ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ ബോധങ്ങളെ പ്രകാശിപ്പിക്കണമേ. കർത്താവേ, നിന്നെ സ്തുതിക്കുന്നതും ഉന്നതമായ നിന്റെ നാമത്തിന് പാടുന്നതും പ്രഭാതകാലത്ത് നിന്റെ കൃപയും രാത്രികാലങ്ങളിൽ നിന്റെ വിശ്വാസവും അറിയിക്കുന്നതും എത്ര നല്ലതാകുന്നു. കർത്താവേ, പ്രഭാതത്തിൽ എന്റെ ശബ്ദം നീ കേൾക്കണമേ. പ്രഭാതത്തിൽ ഞാൻ ഒരുങ്ങി നിനക്ക് കാണപ്പെടുമാറാകണമേ. കർത്താവേ, നിന്റെ ജനത്തോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളെല്ലാവരുടെയും പാപങ്ങൾ പരിഹരിച്ച് ക്ഷമിക്കണമേ. പരിശുദ്ധനായുള്ളവേ, നിന്റെ വലതു കൈ ഞങ്ങളുടെ മേൽ ആവസിപ്പിച്ച് നിന്റെ നിത്യമായ നാമം നിമിത്തം ഞങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് പരിഹാരം നൽകണമേ. ഈ പ്രഭാത സമയത്ത് കരുണ്യവാനും സർവശക്തനും നമ്മുടെ രക്ഷിതാവുമായ നമ്മുടെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു ചെന്ന് നമ്മുടെ ജീവിതത്തെ, ഈ ദിവസത്തെ ദൈവമേ, പരമകാരുണികനായ ഞങ്ങളുടെ കർത്താവേ, അവിടുന്ന് നിയന്ത്രിച്ച് ക്രമപ്പെടുത്തി ഞങ്ങൾക്ക് അനുഗ്രഹകരമാക്കി ഈ ദിവസത്തെ അവിടുന്ന് ക്രമീകരിച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു രാത്രിക്കാലം ശാന്തിയോടും സമാധാനത്തോടും സുരക്ഷിതരായി നമ്മെ പരിപാലിച്ച് ഈ പ്രഭാതത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നടിപ്പിച്ചു നമ്മുടെ കർത്താവിനോട് ഹൃദയത്തിൻ്റെ അഗാധതയിൽ ഞങ്ങളുടെ നാഥ, നിനക്ക് സ്തോത്രം, നിനക്ക് സ്തോത്രം, നിനക്ക് നന്ദി എന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഈ ദിവസം എന്തെന്ന് നമുക്കറിയില്ല, എന്നാൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുമ്പോൾ പകൽ പറക്കുന്ന അസ്ത്രത്തിൽ, രാത്രി സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്ന്, ഉച്ചയിൽ ഊതുന്ന കാറ്റിൽ നിന്ന് ഇസ്രായേലിൻ്റെ പരിപാലകൻ നമ്മെ കാത്ത് പരിപാലിക്കുവാൻ അവൻ്റെ വചനത്തിൻ്റെ
പ്രത്യാശ നിറഞ്ഞ അനുഗ്രഹീതമായ മാറ്റൊലി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ അപേക്ഷകളെ, നമ്മുടെ പ്രതീക്ഷകളെ, പ്രത്യാശയെ, ജീവിതഭാര ചുമടുകളെ സകലത്തെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, ഈ പ്രഭാത സമയത്ത് അനുഗ്രഹകരമായും ആശ്വാസകരമായുമുള്ള പ്രഭാതമായിട്ടും സന്തോഷമുള്ള പകലായിട്ടും അവിടുന്ന് ആക്കി തീർക്കണമേ. ഈ സമയത്ത്